നമസ്കാരം. പ്രശസ്ത ചെറുകഥാകൃത്ത് ഗ്രേസിയുടെ പടിയിറങ്ങിപ്പോയ പാർവതിയും മറ്റു കഥകളും എന്ന കഥാസമാഹാരത്തിലെ ഭിന്നസംഖ്യ എന്ന കഥയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഭിന്നസംഖ്യ എന്ന ചെറുകഥ. ഇതിൽ ഒരു കുടുംബത്തിൻ്റെ ചിത്രണമാണ് നമുക്ക് കാണാൻ സാധിക്കുക. കുടുംബത്തിലെ ഗൃഹനാഥയായ സ്ത്രീ ഉദ്യോഗസ്ഥയാണ്. തൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് തലയിൽ ഭാരവുമായി കടന്നു വരുന്നു. ഔദ്യോഗിക വൃത്തി കഴിഞ്ഞ് ഗാർഹിക ജോലിയിൽ ഏർപ്പെടുന്ന ഗൃഹനാഥ തത്സമയം മകൾ ആവശ്യപ്പെടുന്നു. ഭിന്നസംഖ്യയെക്കുറിച്ച് ചില സംശയങ്ങളുമായി, അതായത് അത് നിവാരണം ചെയ്യാൻ വേണ്ടി അമ്മയുടെ അടുത്തേക്ക് വരുന്നു. അമ്മ സ്വാഭാവികമായി വീട്ടിൽ വിശ്രമത്തിലിരിക്കുന്ന ഗൃഹനാഥനെ വിളിച്ചുകൊണ്ട് അദ്ദേഹത്തോട് ഭിന്നസംഖ്യ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ ആവശ്യപ്പെടുന്നു. പക്ഷേ ഗൃഹനാഥൻ താനത് മറന്നുപോയി എന്ന് വളരെ ഈസിയായി അനായാസേന തനിക്കതറിയില്ല എന്ന മട്ടിൽ കൈമലർത്തുന്നു. സ്വന്തം കുഞ്ഞിന് ഭിന്നസംഖ്യ പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഒരു മാനസിക അവസ്ഥ അല്ലെങ്കിൽ ആ ഒരു മാനസികമായിട്ടുള്ള ഒരു ഇഷ്ടം ആ ഗൃഹനാഥൻ അവിടെ കാണിക്കുന്നില്ല. അമ്മയാകട്ടെ ഗാർഹിക ജോലി എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് കടന്നു വരികയാണ്. അതിലെ ചില ഭാഗങ്ങൾ വായിച്ചു തന്നെ അവതരിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഭർത്താവ് വന്ന് കയറിയപ്പോൾ തന്നെ അവൾ പറഞ്ഞു, എനിക്ക് തല പൊക്കാൻ വയ്യ. അപ്പോൾ അത്രയ്ക്ക് ക്ഷീണിതയായി വീട്ടിലേക്ക് വരുന്ന അമ്മ, ഭർത്താവ് കടുത്ത അസംതൃപ്തിയിൽ അവളെ തുറച്ചു നോക്കി. രാവിലെ ഓടിച്ചു വായിച്ച് മടക്കി വെച്ച പത്രം നിവർത്തി അയാൾ ചാരുകസേരയിൽ മലർന്നു. സന്ധ്യയായിട്ടും എഴുന്നേൽക്കാനുള്ള ഭാവമില്ലെന്ന് കണ്ട് അവൾ കിടക്കയിൽ നിന്നും ശരീരം വലിച്ചിഴച്ച് അടുക്കളയിലെത്തിച്ചു. ലഘുവായിട്ടാണെങ്കിലും ചില വിഭവങ്ങളുണ്ടാക്കി മേശപ്പുറത്ത് നിരത്തുമ്പോൾ അവൾ പിറുപിറുത്തു. ചത്തുകിടന്നാലും ഈ വീട്ടിൽ സ്വൈര്യം കിട്ടുകയില്ല. ഇക്കാലത്ത് അത്യാവശ്യത്തിന് അടുക്കളപ്പണി ചെയ്യാത്ത ആണുങ്ങളുണ്ടോ? ഭർത്താവ് അത് കേട്ടതായി പോലും ഭാവിച്ചില്ല. തുടർന്ന് നടക്കുന്ന സംഭവങ്ങൾ, അമ്മ വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യാൻ ധാരാളം അവിശ്രമം തൻ്റെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ മകൾ വീണ്ടും ആവശ്യപ്പെടുന്നു, അമ്മേ എനിക്ക് ഭിന്നസംഖ്യ പഠിപ്പിച്ചതാ. അവൾ വേഗം മുറിയിൽ കയറി വാതിലടച്ചു. ജനൽ തുറന്നിട്ട് മകളെ അതുവഴി അടുത്തേക്ക് വിളിച്ചു. മോളെ, ഇതാണ് ഭിന്നസംഖ്യ പഠിപ്പിക്കാനുള്ള ഏറ്റവും നല്ലൊരു ഉദാഹരണം. ഞാൻ അതുവഴി പഠിപ്പിച്ചു തരാം. സ്വന്തം കഴുത്തിൽ കുരുക്കിട്ട് ഒരു പഴയ സാരിയാണ് അതിനുവേണ്ടി ഉപയോഗിച്ചതെന്ന് കഥാകൃത്ത് പറയുന്നുണ്ട്. താൻ എത്രയോ നാളുകളിൽ തൻ്റെ ജീവിതത്തിൽ നിറം പകർന്ന ആ സാരി ഇപ്പോൾ പഴകിയിരിക്കുന്നു. ആ സാരി ഉപയോഗിച്ച് കഴുത്തിൽ കുടുക്കിട്ട് അവൾ ഒരു സ്റ്റൂളിന്മേൽ കയറി. എന്നിട്ട് മകളോട് പറഞ്ഞു, മോളെ, കഴുത്തിന് മുകളിൽ കാണുന്ന ഇത് അംശം, താഴെ കാണുന്ന ഭാഗം ഛേദം എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റൂൾ തട്ടിമറിച്ചിടുന്നു. അവസാനം കഥാകൃത്ത് പറയുന്നത് ഇങ്ങനെയാണ്, രണ്ട് ഭിന്നസംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോൾ ദാ ഇങ്ങനെ പൊടുന്നനെ സ്റ്റൂള് കാലുകൊണ്ട് തട്ടിക്കളഞ്ഞു. ഒരു ജീവിതം അവസാനിക്കാൻ നിമിഷ നേരം മതി. ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ദൈന്യം എന്താണ് എന്ന് ചുറ്റുമുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയാതെ വരുമ്പോഴാണ് സമൂഹത്തിൽ ആത്മഹത്യകൾ കൂടുന്നത്. ഗാർഹിക ജീവിതത്തിൻ്റെ ഭാരവും ഔദ്യോഗിക ജീവിതവൃത്തിയുടെ ഭാരവും ഒക്കെ ആവുമ്പോൾ ഒരു മനുഷ്യൻ സ്വാഭാവികമായി ആത്മഹത്യയുടെ വക്കിലേക്ക് നീങ്ങുക തന്നെ ചെയ്യും. ഇവിടെ എന്താണ് ഒരു പോംവഴി എന്നാണ് ഈ കഥയിലൂടെ കഥാകാരി നിർദ്ദേശിക്കുന്നത്. നമ്മുടെ സഹപ്രവർത്തകർക്ക് മാനസികമായിട്ടുള്ള ഭാരം നമ്മൾ നൽകാതിരിക്കുക, സഹപാഠികളെ സ്നേഹിക്കുക, സഹജീവികളെ കരുതുക, കരുണ കാട്ടുക. ഈ ഒരു വലിയ സന്ദേശം ഈ ഒരു കഥയിലൂടെ നമുക്ക് ദർശിക്കാം. പടിയിറങ്ങിപ്പോയ പാർവതി മറ്റു കഥകളും എന്ന ഈ കഥയിലെ ഭിന്നസംഖ്യ എന്ന കഥ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി.